ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദു വിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയെന്ന് ആക്ഷേപം ഉയരുകയാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനം ഉണ്ട്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ഹൈന്ദവ വിശ്വാസികളെ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്തജന സംഗമം അതെങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഒപ്പമാണ് ഇതിന് പിന്നിലെ പണം തട്ടിപ്പ്, അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുള്ള ഒരു പണം സമാഹരിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന വിമർശനം കൂടി ഉയരുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, ഇത് അയ്യപ്പ സംഗമമല്ല. ഹിന്ദുമത വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന കേവലം സമ്മേളനം മാത്രമാണ് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. DMK നേതാവ് M.K. സ്റ്റാലിനെ ഈ അയ്യപ്പ ഭക്ത സമ്മേളനത്തിന്റെ പ്രധാന ക്ഷണിതാവായിട്ട് വരുത്തുന്നു. ഒപ്പം ഹൈന്ദവ വിശ്വാസ മൂല്യങ്ങളെ തകർക്കുന്ന ഈ ശബരിമല പ്രക്ഷോഭ കാലത്ത് അതിന് മുന്നിട്ടിറങ്ങിയ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെയാണോ സർക്കാർ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്? അത് മതവിശ്വാസത്തിന്, ഹൈന്ദവ വിശ്വാസ മൂല്യങ്ങൾക്ക് മേലുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. DMK നേതാക്കളുമെല്ലാം സമീപകാലത്തെല്ലാം ഉയർത്തിയിരിക്കുന്ന ആ നിലപാടുകൾ അത് ഹൈന്ദവ വിരുദ്ധത ഉള്ളതാണ്. DMK മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ മകൻ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഹൈന്ദവ ധർമ്മ മൂല്യങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടാകുന്നതിന് കാരണമാകുകയുമൊക്കെ ചെയ്തത് സമീപകാലത്താണ്. അങ്ങനെയുള്ള DMK നേതാവ് M.K. സ്റ്റാലിനെയാണ് ഈ പരിപാടിയുടെ അയ്യപ്പ ഭക്ത സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷണിതാവായിട്ട് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിരിക്കുന്നത്. അത് ഹൈന്ദവ വിരുദ്ധതയുടെ അടയാളമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഒപ്പം കമ്മ്യൂണിസ്റ്റുകാർ, മറ്റ് ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഹൈന്ദവ വിശ്വാസികൾക്ക് മേലുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ആക്ഷേപമായി ഉയർന്നു വരുന്നത്. ഈ സംഗമം നടത്തുന്നതിന് മുന്നോടിയായി ഹൈന്ദവ സംഘടനകളുമായി യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും തുടക്കം മുതൽ തന്നെ ആരോപണമായി ഉന്നയിച്ചത്. മറ്റു പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. അത് പ്രധാനമായും ഈ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു തട്ടിപ്പാണ്, ഗിമ്മിക്കാണ് ഈ പരിപാടി എന്നുള്ളതാണ്. അയ്യപ്പ ഭക്തരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയ്യപ്പ സ്വാമിയെയും ശബരിമലയെയും പ്രധാനപ്പെട്ട ഒരു വിപണന കേന്ദ്രമാക്കി മുന്നിട്ട് നിർത്തി വിദേശ നാണയം സ്വരൂപിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് സർക്കാർ ഇതിലൂടെ നടത്തുന്നത്. പ്രത്യേകിച്ച് വിദേശ അയ്യപ്പ ഭക്തരിൽ നിന്നും ശ്രീലങ്ക, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തർ നിരവധിയാണ് ഉള്ളത്. ആ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ ഭക്തരുടെ ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് പണസമാഹരണം നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ്, തട്ടിപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു ഗൂഢ നീക്കം, ഗിമ്മിക്കാണ് ഈ പരിപാടി എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വരാനിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ സംഗമത്തിൽ M.K. സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളി എന്ന ആക്ഷേപം ഉയരുകയാണ്. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ചില പണം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കമാണ് നടക്കാൻ പോകുന്നത് എന്ന വിമർശനവുമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് നമുക്കിപ്പം ചേർന്നത്.